ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വൃദ്ധ ദമ്പതികളെ മയക്കിക്കിടത്തി സ്വർണം കവർന്നു. നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു കവർച്ച. ചികിത്സയ്ക്ക് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിൽ വന്ന 6 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. വളാഞ്ചേരി സ്വദേശികളായ വൃദ്ധ ദമ്പതികളാണ് കവർച്ചയ്ക്ക് ഇരകളായത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയുമാണ് കവർച്ചയ്ക്ക് ഇരയായത്. ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട 35 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സൗഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തി മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും മയക്കുഗുളികയും നൽകി മയക്കിയ ശേഷം കവർച്ച നടത്തിയത്. താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് ഇരുവരുമായും സൗഹൃദം സ്ഥാപിച്ചത്. നാവികസേനാ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ഇരുവർക്കും സീറ്റ് തരപ്പെടുത്തി കൊടുത്ത് സൗഹൃദത്തിലായ യുവാവ് പിന്നീട് ഒപ്പമിരുന്ന് കാര്യമന്വേഷിച്ചു. മുട്ടുവേദനയ്ക്ക് നാവികസേനാ ആശുപത്രിയിൽ ചെലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ ശേഖരിക്കാൻ വീട്ടിൽ വരാമെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത് വീട്ടിൽ വരികയായിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ യുവാവ് താൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി. തൊട്ടുപിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെയാണെന്ന് പറഞ്ഞ് ഓരോ ഗുളികയും നൽകി. ഇതോടെ ഇരുവരും ബോധം നഷ്ടമായി മയങ്ങി വീഴുകയും കവർച്ച നടത്തി യുവാവ് സ്ഥലം വിടുകയുമായിരുന്നു. സ്വന്തം മക്കൾ പറയുന്ന മാതിരിയുള്ള സംസാരങ്ങളായിരുന്നു. മക്കൾ പോലും ഇത്ര ക്ലിയറായിട്ട് പറയില്ല. അത്രയും സ്നേഹിച്ചിട്ടും അത്രയും തൊഴിലില്ല ആൾക്ക് നല്ല സൗമ്യയുടെ കൂടിയ വർത്തമാനങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളത് കാശില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശുണ്ട്. എനിക്ക് 1,07,000 രൂപ ശമ്പളമുണ്ട് മാസത്തിൽ. എനിക്ക് വലിയ ചിലവൊന്നുമില്ല. ഞാൻ കുറഞ്ഞ കാശ് എടുത്തിട്ടുള്ളൂ. ബാക്കി കാശ് കംപ്ലീറ്റ് ബാങ്ക് കിടക്കുകയാണ്. അതിനെടുത്ത് ഞാൻ ചിലവാക്കി നിങ്ങളെ കാലിൻ്റെ അസുഖം മാറ്റി തരുമെന്ന് പറഞ്ഞു. ഞാനത് നേരാണെന്ന് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പൈസ ചിലവാക്കിയാലും പൈസ ചിലവാക്കിക്കോളാം, കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കടം വാങ്ങിയിട്ട് ഞാൻ ചെയ്തോളാം, നിങ്ങൾ സൗകര്യം ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിന് കുഴപ്പമില്ല, ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുക, ഡോക്ടറോട് ചോദിച്ചിട്ട് വിവരം പറയാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ബോധം തെളിഞ്ഞപ്പോഴാണ് ചതി മനസ്സിലായത്. തുടർന്ന് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി.